1800-കളുടെ തുടക്കത്തിൽ യൂറോപ്യൻസ് ആണ് വയനാടിൻ്റെ പ്ലാന്റേഷൻ സാധ്യതകളെക്കുറിച്ച് ആദ്യമായി മനസ്സിലാക്കുന്നത്. അവർ പലതരത്തിലുള്ള വിളകളും വയനാട്ടിൽ പരീക്ഷിച്ചെങ്കിലും കാപ്പിയാണ് വയനാടിൻ്റെ മണ്ണിൽ ഏറ്റവും അനുയോജ്യമെന്നാണ് അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. 19-ാം നൂറ്റാണ്ടിൻ്റെ മധ്യകാലത്തോടു കൂടി 10,000-ഓളം ഏക്കർ കാപ്പിത്തോട്ടമാണ് വയനാടിലാകെ ഉണ്ടായിരുന്നത്. 80-ഓളം പ്ലാന്റേഴ്സിൻ്റെ ഉടമസ്ഥതയിലാണ് ഈ കാപ്പിത്തോട്ടങ്ങൾ സ്ഥിതി ചെയ്തിരുന്നത്. ഈ പ്ലാന്റേഴ്സിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു മേരി ക്രാഫ്റ്റ് എന്ന പേരുള്ള ഒരു ജർമ്മൻ വനിത. 1877 വയനാടിനാകെ ഒരു ക്ഷാമകാലം ബാധിക്കുകയുണ്ടായി. ആ ക്ഷാമകാലത്ത് ആ പ്രദേശത്തെ ജനങ്ങൾക്ക് ഭക്ഷണമായും ജോലിയായും ഒക്കെ കൈത്താങ്ങായി നിന്നത് ഈ ജർമ്മൻ ലേഡി കൂടിയായിരുന്നു. തങ്ങളെ സ്നേഹത്തോടെ കരുതലോടെ കണ്ട ആ വനിതയെ അന്നത്തെ ജനങ്ങൾ മോറിക്കാപ്പ് മദാമ എന്ന സ്നേഹത്തോടെ വിളിച്ചിരുന്നു. പിന്നീട് ഈ പ്രദേശത്തിന്റെ പേര് തന്നെ മോറിക്കാപ്പ് എന്ന് അറിയപ്പെട്ടു തുടങ്ങി. മോറിക്കാപ്പ് എന്ന ബ്രാൻഡിന്റെ ചരിത്രം പറയുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് ആ മേരി ക്രാഫ്റ്റ് എന്ന ലേഡിയെ അവഗണിക്കാനാവില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ മോറിക്കാപ്പ് റിസോർട്ടിൽ ഈ ഒരു ചരിത്രം അല്ലെങ്കിൽ ഈ ഒരു കഥ രേഖപ്പെടുത്തുമ്പോൾ അതിനുവേണ്ടി ഉപയോഗിച്ച രീതി എന്ന് പറയുന്നത് ഒരു ക്ലാസിക് പെയിന്റിങ്ങിന്റെ രീതിയിലാണ്. മറ്റൊരു സ്റ്റോറി വാളിന്റെ കഥയുമായി വീണ്ടും കാണാം.